നിങ്ങൾക്ക് ഇപ്പോൾ രത്തൻ ഖേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള ആരോപണം? സിപിഎമ്മിന്റെ ആരോപണം എന്താണ്? ഒന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്നൊരു കാര്യം, കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനും BJPയുമായി ചെറിയൊരു പാലം പതുക്കെ രൂപപ്പെട്ടു വന്നു എന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ആദ്യത്തെ ആ ദിവസം മാത്രമല്ല, പ്രകടമായൊരു പക്ഷേ നമുക്ക് തോന്നിയ കാര്യം, അവിടേക്ക് ഗവർണറുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ RSകാരനായിട്ടുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വല്ലാത്ത അഭിനിവേശത്തോടെ ഇങ്ങനെ കയറി ആലിംഗനം ചെയ്യുന്നതും, അതിൽ മാത്രമല്ല നമ്മൾ കാണേണ്ട കാര്യം, അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ മംഗലാപുരം യാത്ര ഇപ്പോഴും ആരും കാര്യമായിട്ട് ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ യാത്രയിൽ തുടങ്ങി ഇങ്ങോട്ട് അധികാരം കിട്ടിയ സമയത്തേക്കുള്ള ഒരു പരിണാമം പതുക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനുശേഷം പ്രകടിപ്പിക്കപ്പെടുന്ന കാര്യം നോക്കിയാൽ, വളരെ വ്യക്തമായി RSSന്റെ BJPയുടെ സഹായത്തോടെ മുന്നോട്ട് പോകണം എന്ന് ശ്രീ വി.ഡി. സതീശൻ തീരുമാനിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ശ്രീ സലാം, ഒന്നുകൂടി വിസ്തീകരിക്കാമോ? ഈ മംഗലാപുരം യാത്രയും രത്തൻ ഖേൽക്കറുടെ നിയമനവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് വിസ്തീകരിക്കാമോ? എനിക്ക് മനസ്സിലായില്ല. മംഗലാപുരം യാത്രയിൽ അദാനിയുടെ ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം പോകുന്നു. ശരി. അവിടെ പോയി കാണുന്ന ആരൊക്കെയാണ്? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെയാണോ കണ്ടത്? അല്ലല്ലോ. എവിടെ കണ്ടതിന്റെ ദൃശ്യങ്ങളാണ് അങ്ങ് കണ്ടത്? എന്തിന് അവിടെ പോയി എന്ന് ഞാൻ ചോദിക്കുന്നത്, അദാനിയുടെ കമ്പനിയുടെ ചുമതലക്കാരെ കാണുന്നു. ഒരു ദുരൂഹമായ യാത്രയായിട്ട് ഇപ്പോഴും കേരളത്തിന് മുന്നിൽ നിൽക്കുകയല്ലേ? എന്തിന് അദ്ദേഹം അവിടെ പോയി അതിന് കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ ആവശ്യത്തിന് പോയതാണെന്ന് ഇന്നും ഈ നിമിഷം വരെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞോ? ഇന്നും കേരളത്തിൽ ദുരൂഹതയാണ് നിൽക്കുന്നത്.